പാലക്കാട് നെല്ലിയാമ്പതി ചുരത്തിൽ KSRTC ബസ് മറിഞ്ഞ ഒരാൾ മരിച്ചു. നെല്ലിയാമ്പതി സ്വദേശി ജയന്തിയാണ് മരിച്ചത്. രണ്ടുപേർക്ക് ഗുരുതര പരിക്കുണ്ട്. പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് മുകളിലാണ് അപകടമുണ്ടായത്. സലാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സലാം, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി ഈ അപകടത്തിൽ? നമ്മളോടൊപ്പം ഈ അപകടത്തിൽപ്പെട്ട ഒരാൾ, ആ ബസ്സിലുണ്ടായിരുന്ന ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടം ഏകദേശം കുണ്ട്രച്ചോല പാലം കഴിഞ്ഞ ഉടനെ വണ്ടി അമിത സ്പീഡിലായപ്പോൾ കണ്ടക്ടറും ഞങ്ങൾ യാത്രക്കാരെ കൂടി വെച്ചിട്ട് ചോദിച്ചു, എന്താ ബസ് അമിത വേഗത്തിലുള്ള പോൾ ഉറപ്പോൾ. ഡ്രൈവർ ഉടൻ തന്നെ വിളിച്ച് വിവരം അറിയിച്ചു. വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. എല്ലാവരും വളരെ ശ്രദ്ധയോടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ടമാനം യാത്രക്കാരുണ്ട്. 70-ഓളം യാത്രക്കാർ വണ്ടിക്കകത്ത്, ലേഡീസും പുരുഷന്മാരെല്ലാം. കണ്ടക്ടറും ഞങ്ങളെല്ലാവരും അടുത്തുനിന്ന് ഒച്ചയിട്ട് കിട്ടും. ഡ്രൈവറുടെ കഴിവിൻ്റെ പരമാവധി വാഹനം ഒരു ഭാഗത്തേക്ക് ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും വാഹനം ഇറക്കത്തിൽ ഒന്നുകൂടി അമിത വേഗത കൂടിയപ്പോൾ ഡ്രൈവറുടെ ഒരു കഴിവ് കൊണ്ടും നല്ലൊരു തീരുമാനത്തിൽ അദ്ദേഹം ഒരു കലുങ്കിലും തേക്ക് മരത്തിൽ കൊണ്ട് ഇടിച്ച് വണ്ടി മറിയുകയും ചെയ്തു. തേക്ക് മരത്തിൽ ഇടിച്ച് മറിയുകയും ആ അവസ്ഥ അവിടെ തന്നെ വെച്ച് ഒരു സ്ത്രീ തൊഴിലാളി ഫാമിൽ പണിയെടുക്കുന്ന ജയന്തി പറഞ്ഞ ഒരു സ്ത്രീ മരണപ്പെടുകയും മറ്റുള്ളവരുടെ പോത്തുണ്ടിൻ്റെ നെന്മാറെന്നുള്ള വാഹനങ്ങളും ആംബുലൻസ് എത്തിച്ച് പോലീസുകാരുടെ സൗകര്യം, പഞ്ചായത്ത് വാർഡ് മെമ്പർമാരുടെയും സ്ഥല MLA-യുടെയൊക്കെ ഇടപെടലിലും രാഷ്ട്രീയ പ്രവർത്തകരുടെയും നെല്ലിയാമ്പതി ടാക്സിക്കാരുടെയും നെല്ലിയാമ്പതി രാഷ്ട്രീയക്കാരുടെയും എല്ലാം സജീവമായ ഇടപെടലുകൊണ്ട് പരമാവധി പേഷ്യൻസിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ഇവിടെ വേണ്ടുള്ള ചികിത്സകൾ നൽകി പുറത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഞാൻ നെന്മാറയ്ക്ക് വരികയായിരുന്നു. പാലക്കാട് നിന്ന് പാർട്ടിയുടെ ഒരു കൺസലേഷൻ ഉണ്ട്. ജില്ലാ ലേബർ ഓഫീസറുടെ ഒരു കൺസലേഷന് യൂണിയൻ്റെ പരിപാടിക്ക് ഒരു AITC യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരെ കൂടി ഞങ്ങൾ പാലക്കാട് കൺസലേഷൻ പോണ സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. അതാണ് അപകടത്തിൽപ്പെട്ട ബസ് യാത്ര ചെയ്ത ആളാണ് അദ്ദേഹം പറയുന്നത്. ബസ് അമിത വേഗതയിൽ പെട്ടെന്ന് വേഗത കൂടിയപ്പോൾ ആളുകൾ ചോദിച്ചു കണ്ടക്ടറോട് എന്താണ് പറ്റിയത്. അപ്പോഴാണ് ഡ്രൈവർ പറയുന്നത് ഇങ്ങനെ ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും പെട്ടെന്നുണ്ടാകും, എല്ലാവരും കരുതിയിരിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകി. ആ ഡ്രൈവറുടെ ഇടപെടൽ തന്നെയാണ് വലിയൊരു അപകടമുണ്ടാകുന്നതിൽ നിന്ന് ആളുകളെ രക്ഷിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇതിലുണ്ടായിരുന്ന ആളുകൾ തന്നെ പറയുന്നത്. ഈ അപകടത്തിൽപ്പെട്ട ബസ്സിൽ യാത്ര ചെയ്ത ആളുകൾ തന്നെ പറയുന്നത്. അങ്ങനെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടന്നത് തന്നെയാണ്. ചേട്ടാ, അവിടെ ഉണ്ടായിരുന്നോ? എന്താണ് അവിടെ ഉണ്ടായിരുന്നോ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരാളാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റിയത്, മരണപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അവരെ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കുറച്ച് പേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും ചെയർമാനും ഉൾപ്പെടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ അവിടുത്തെ റെസ്ക്യൂ കഴിഞ്ഞ് അവരെ എടുത്തിട്ടുണ്ട്. ഇനി ഒരാളുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ മാത്രം അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഉറപ്പാക്കിയിട്ടില്ല. എടുത്തു കഴിഞ്ഞാൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം നിലവിൽ ഒരാളെയാണ് നമുക്ക് മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം പരിക്കുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് അതിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. അവിടെ കുറേ ആൾക്കാർക്ക് പരുക്കുണ്ട്. കുറേ ആൾ മരണപ്പെട്ടത് നമ്മൾ കണ്ടിട്ടാണ് വന്ന് വണ്ടി ഇപ്പോൾ എടുക്കുന്ന സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വണ്ടി മാറ്റിയാലേ നമുക്ക് ഇനി അടിയിലുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ബസ്സിൽ സുമാർ ഒരു 60-70 പേരുടെ അടുത്തുണ്ടായിരുന്നാണ് പറഞ്ഞത്. പ്രിയദർശിനി ബസ്സാണ്. ഓവർലോഡ് ഉണ്ടായിരുന്നു. അതുകൂടിയാണ് പറയുന്നത്. പ്രിയദർശിനി ബസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു. അങ്ങനെ ഓവർലോഡ് ഈ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഇവിടെ വന്നപ്പോൾ കണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവരും ശരിവെക്കുന്നത്. ആ ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ സ്ഥലത്തുണ്ടായിരുന്നു, പക്ഷേ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അറിയില്ല. എന്താ അവിടെ സംഭവത്തിൽ നടന്ന ശരി തന്നെ. ആളുകളൊക്കെ തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ആ തരത്തിൽ തന്നെയാണ് പ്രിയദർശിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 70-ഓളം ആളുകളുണ്ടായിരുന്നു. അതിൽ സ്ത്രീ യാത്രക്കാരാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബസ്സിൻ്റെ ബ്രേക്ക് നിയന്ത്രണം വിട്ട് താഴേക്ക് വരികയായിരുന്നു. അതായത് നെന്മാറ ഭാഗത്തേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് ആ നിയന്ത്രണം വിട്ട് ഈ സമയത്ത് തന്നെ ഡ്രൈവർ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അറിയാം എന്താ അവിടെ സംഭവിച്ചത്? നെല്ലിയാമ്പതിൽ വന്ന വണ്ടിയാണ് അത്. ഓവർലോഡായിട്ട് വന്നിരിക്കുന്നത് വണ്ടി. ഇപ്പോൾ മരണം ഞാനിപ്പോൾ കൊല്ലംകോടായിരുന്നു. കൊല്ലംകോട് നിങ്ങളുടെ വരുന്ന വഴിയായിരുന്നു. CPM-ൻ്റെ LC സെക്രട്ടറിയാണ് ഞാൻ അവിടുത്തെ. അപ്പോൾ കൂടി നിൽക്കുമ്പോൾ ജയന്തി എന്ന് പറഞ്ഞിട്ട് ഫാമിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയാണ് മരിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ആളുകൾ പറയുന്നത്. ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാനായി. അതൊക്കെ തന്നെയാണ് ഈ ആളുകളുടെ മരണസംഖ്യ ഉയരുന്നതിലേക്കും അതോടൊപ്പം തന്നെ കൂടുതൽ അപകടം ഉണ്ടാകുന്നതൊക്കെ തന്നെ തടയായതിപ്പോൾ കളക്ടർ എത്തുകയാണ്. സാറെ, പ്രാഥമികമായി എന്താണ് വിവരം ലഭിച്ചിരുന്നത്? 2 പേര് മരിച്ചു, 6 പേർക്ക് സീരിയസ് മരിച്ചു എന്നുള്ളത് അത്ര കിട്ടിയുള്ളൂ വിവരം. ആരൊക്കെയാണുള്ളത് അറിയില്ല, നോക്കിട്ട് പറയാം.